നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മലയാളത്തില് ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് തന്നെ അത് കിട്ടി. ഇവിടത്തെക്കാളും ഇരട്ടി സാലറിയും ഉണ്ട്. പിന്നെ ഹൗസ് അലവൻസും ESIയും ഒക്കെ ഉണ്ട്. നല്ല സ്കൂളാ. മുത്തശ്ശനോട് ചോദിച്ചു നോക്ക്. എന്നെ പോലെ ഒരാളെ കാത്തിരുന്നത് പോലായിരുന്നു അവരുടെ പെരുമാറ്റം. ഒട്ടും സാവകാശമില്ല. ഉടൻ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം. പിന്നെ കുറച്ചേരം കിടന്നുറങ്ങി. ഉറക്കം എണീക്കുമ്പോ എല്ലാം മറന്നു കാണുമെന്നാ വിചാരിച്ച്. അല്ല, ഇപ്പോഴും അവൻ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഞാൻ ചെന്ന് സമാധാനപ്പെടുത്താം. ജാനകി, ഞാൻ മനഃപൂർവ്വം അവനോട് ദേഷ്യപ്പെടുവോ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞാണെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കടമയില്ലേ നിനക്ക്? അത് ഞാൻ പറയാതിരിക്കുവോ മഹേട്ടാ? അവന്റെ പിണക്കൊക്കെ മാറി. അതോർത്തിനി സങ്കടപ്പെടണ്ട. വാ, വന്ന് ആഹാരം കഴിക്കാം. അവമെല്ലാം കഴിച്ചായിരുന്നോ? രാത്രിയിലെ മരുന്ന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഒക്കെ കൊടുത്തു. വാ, എണീക്ക്. ഞാൻ ആദ്യം എന്റെ മോനെ ഒന്ന് കണ്ട് സോറി പറയട്ടെ. അച്ഛാ, അച്ഛൻ എന്താ കഴിക്കാൻ വരാഞ്ഞേ? മുത്തശ്ശി പറഞ്ഞല്ലോ, ഞാൻ അച്ഛൻ ഹോംവർക്ക് ചെയ്തതൊക്കെ തെറ്റിച്ചു ഒക്കെ പൊട്ടയാക്കി, അതുകൊണ്ടാ കഴിക്കാൻ വരാത്തേന്ന്. ആണോ അച്ഛാ? സോറി അച്ഛാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അച്ഛാ. ദേ, ഇത് കണ്ടോ? ഇതെനിക്ക് മുത്തശ്ശി എന്ന ബനാന ഫ്രൂട്ടാ. ഇത് അച്ഛനാ. എവിടെ അച്ഛന്റെ ഹോംവർക്കൊക്കെ? അച്ഛന്റെ ഹോംവർക്കൊക്കെ ഞാൻ ചെയ്തു തരട്ടെ. തെറ്റിക്കൂല. ഷട്ടിട്ടു മോനെ, ഞാൻ എന്റെ മോനെ ചീത്ത പറയില്ല കേട്ടോ. കേട്ടോ മോനെ, പ്രോമിസ്. അയ്യേ, അങ്ങനെയല്ല. കുട്ടികളെ ചീത്തയാവാതിരിക്കാനേ പാരന്റ്സ് വഴക്ക് കുറയും. അത് കേട്ട് പിണങ്ങുന്ന കുട്ടികളെ ചീത്ത കുട്ടികൾ എന്ന് മുത്തശ്ശി എന്റെ അടുത്ത് പറഞ്ഞെന്നുണ്ടല്ലോ. അതെ, അച്ഛനും മോനും കൂടി ഇവിടെ ഇരുന്ന് സ്നേഹിക്കണ്ട. രണ്ടുപേരും വാ, മോൻ അച്ഛന്റെ കൂടെ ഇരുന്ന് ഒരു ചപ്പാത്തിയും കൂടി കഴിക്കണം. എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാവോ? എനിക്ക് ഉണ്ണിയപ്പം വേണം. ഒക്കെ തരാം. നല്ല വേദനയുണ്ടോ മുത്തശ്ശ? ഉണ്ട് മോളെ. മാറിക്കോളൂന്നേ. മുത്തശ്ശ, എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിനുള്ള മെയില് വന്നു. അതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. എപ്പോഴാ ഇന്റർവ്യൂ? മറ്റന്നാള് രാവിലെ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കറിയായിരുന്നു ചേച്ചിക്ക് ഉടനെ തന്നെ ജോലി കിട്ടുമെന്ന്. അതിന് ജോലി കിട്ടിയില്ലല്ലോ, ഇന്റർവ്യൂ അല്ലേ. അതൊക്കെ എന്റെ ചേച്ചിക്ക് തന്നെ കിട്ടും. നോക്കിക്കോ മോളെ, ദൈവം ഒരു കൈ കൊണ്ട് തല്ലിയ മറു കൈ കൊണ്ട് തലോടും. അതങ്ങനെയാ. കൂട്ടം കണ്ടതാ മാലാകെ. ഗോഡ് പ്രോമിസ്. അന്ന് ആശുപത്രിന്ന് എത്ര തവണ മാലാകെ എന്നെ മറ്റേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളിപ്പിച്ചേന്നറിയോ? അമ്പലത്തിലും കൊണ്ടുപോയി. കാട്ടിലച്ഛനിക്ക് ഞാൻ അച്ഛനോട് പൂ പറിച്ചു തരാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് ആ പൂവിന്റെ കാര്യം പറഞ്ഞതല്ലേ. എന്നിട്ട് എനിക്ക് പറിച്ചു തന്നില്ല അമ്മ. അല്ലമ്മേ, അന്ന് സ്വാമിയച്ഛൻ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ? കുഴിയിൽ രക്ഷപ്പെടുത്തിയെന്നും ഏതോ അപൂർവമായ മരുന്ന് കാട്ടിന്ന് കണ്ടെത്തി ഇവന്റെ അസുഖം മാറ്റിയെന്നും പറയുന്ന അതേ പെൺകുട്ടി തന്നെയാണോ ഇവൻ പറയുന്നത്? അതങ്ങ് മേഘമലയിലല്ലേ, അവിടുന്ന് അവൾ ഇങ്ങ് വരൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരുതരം ഹാലൂസിനേഷൻ. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മാലാഖ മാലാഖ എന്ന് ജപിച്ചോണ്ടിരുന്ന ഇവൻ വഴിയിലേതോ പെണ്ണിനെ കണ്ടപ്പോ തെറ്റിദ്ധരിച്ചതാ. അമ്മ മേഘമലയിലെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്ന് നമ്മുടെ സ്കൂളിൽ പോയപ്പോഴേ നമ്മളന്ന് അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കുട്ടിയെ കണ്ടു. നമ്മുടെ സ്കൂളിൽ ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂവിന് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫുൾ മാർക്കും കിട്ടിയതാ.
ഞാൻ അവക്ക് തന്നെ ആ ജോലി വാങ്ങിക്കൊടുത്തു. അത് നന്നായി. ആ, ഇനി എന്തായാലും ഇവന്റെ മാലാഹെ നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ? ഓഹ്, ഈ മഹിയേട്ടന്റെ ഒരു കാര്യം, എങ്ങനെയെങ്കിലും ആ വിഷയം മറക്കാൻ ഓരോന്ന് മാറ്റി പറയുമ്പോ വീണ്ടും ഓർമ്മിപ്പിക്ക. ഇല്ല ജാനകി, ആ സമയത്ത് അവന്റെ ഉള്ളില് നന്നായി പതിഞ്ഞതാ ആ കുട്ടി. അതങ്ങനെ മായ്ച്ചാലൊന്നും മാറില്ല. ഞാൻ എന്റെ മോന് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൊടുക്കുക തന്നെ ചെയ്യും. ആ, അമ്മ ഇത് പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. എന്റെ നല്ല അച്ഛൻ. ഉം, ഉം, ഉം. മലാഖെ കുട്ടനെ കണ്ടുപിടിച്ച് തരണേ. പിന്നെ എന്നിട്ടുണ്ടല്ലോ ആ, ഞങ്ങൾ പാർക്കിൽ പോവും, ഉം, കണ്ണുകെട്ടി കളിക്കൂ, ആ, ഉം. ഐസ്ക്രീം കഴിക്കൂ, ഓ, പിന്നെ ഉണ്ണിയപ്പം കഴിക്കൂ. ആ. വാ മുത്തശ്ശ. ആന്റി, ഗോപു, അഞ്ജു, എല്ലാരും നിങ്ങൾ വന്നേ. ആന്റി, അഞ്ജുദേ, ഞാൻ ഇന്റർവ്യൂ ജയിച്ചു. എനിക്ക് ആ ജോലി കിട്ടി. എനിക്ക് അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അടിച്ചു തന്നു. മലയാളത്തില് ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് തന്നെ അത് കിട്ടി. ഇവിടത്തെക്കാളും ഇരട്ടി സാലറിയും ഉണ്ട്. പിന്നെ ഹൗസ് അലവൻസും ESIയും ഒക്കെ ഉണ്ട്. നല്ല സ്കൂളാ. മുത്തശ്ശനോട് ചോദിച്ചു നോക്ക്. എന്നെപ്പോലൊരാളെ കാത്തിരുന്നത് പോലെ ആയിരുന്നു അവരുടെ പെരുമാറ്റം. ഒട്ടും സാവകാശം ഇല്ല, ഉടൻ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം. എവിടെ ഗോപിക? അവളിതുവരെ വന്നില്ലേ? അവളുടെ കാര്യമൊക്കെ ആർക്കറിയാം. രാവിലെ കെട്ടിയൊരുങ്ങി ഇവിടുന്ന് ഇറങ്ങുന്നു, എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങി പാതിരാത്രി വന്ന് കേറും. ചോദിക്കാൻ ചെന്നാ അവൾ എന്നെ കടിച്ചു കേറും. അവളോട് ചോദിക്കാൻ ഞാൻ ആരാണെന്നാ അവളുടെ മട്ട്. ഞാനൊന്നും ചോദിക്കുന്നില്ലേ. എന്താ ആന്റി പറയുന്നത്? ജോലിക്ക് പോകുന്ന അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? ഓ അല്ല, എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു സന്തോഷമില്ലാത്ത പോലെ. അഞ്ജിത, എന്താ മോളെ? ടൗണിലെ സ്കൂളില് ജോലി കിട്ടിയെന്ന് അറിഞ്ഞിട്ടും ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ എന്താ നിൽക്കുന്നേ? അവളെങ്ങനെ സന്തോഷിക്കും? അതിന് നല്ല മനസ്സ് വേണം. പറഞ്ഞത് കേട്ടില്ലേ, ഗോപിക ചുറ്റി നടക്കുകയെന്ന്. ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്ക് പോവുക അവള്. വന്നാൽ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കൂ. നിന്റെ മോളെ പോലെയല്ല, അവൾക്ക് അനുസരണയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.